നമ്മൾ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഓരോ ഡേറ്റിലും നമ്മൾ ഇരുന്നിട്ട് വി ആർ നോട്ടീസിംഗ് ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ വി ആർ ഫർഗെറ്റിംഗ് ടു ബി ഇൻ ലവ്. ഒരാളെ മനസ്സിലാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ടോക്സിക് ആണോ റെഡ് ഫ്ലാഗ് ആണോ നോക്കിയതിനു ശേഷം പ്രണയിക്കുന്നത് ഒതന്റിക് പ്രണയമല്ലേ? അല്ലെങ്കിൽ ഡേറ്റിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റി ആണോ? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡേറ്റിംഗ് കൾച്ചർ എന്താണ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ പരിചയപ്പെടുന്നു, എന്തോ കാരണം കൊണ്ട് പരസ്പരം അവർക്കൊരു ഇഷ്ടം തോന്നുന്നു. ഇതിനെ പറയുന്ന പേരാണ് അട്രാക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ അട്രാക്ഷൻ പരസ്പരം തോന്നിയ ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഫി കുടിക്കാൻ പോയല്ലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കോഫി കുടിക്കാൻ പോകുന്നതാണ് ഡേറ്റ് എന്നുള്ളത്. അങ്ങനെ ഒറ്റ കോഫി കുടിച്ച് ഒരു ദിവസം സംസാരിച്ചുകൊണ്ട് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പല വട്ടമായിട്ട് ഡേറ്റിന് പോകും. അങ്ങനെ 1, 2, 3, 4 ഡേറ്റിന് പോയതിനു ശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമുക്ക് കോമ്പാക്റ്റബിൾ ആണോ, നമുക്ക് പറ്റിയ പാർട്ട്ണർ ആണോ, അല്ലെങ്കിൽ ടോക്സിക് ആണോ റെഡ് ഫ്ലാഗ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ഗ്രീൻ ഫ്ലാഗ് ആണ് നമുക്ക് പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടുപേരും പ്രണയിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ പ്രണയം മുന്നോട്ട് പോയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ അവർ കല്യാണം കഴിക്കും. ഇതാണ് ഡേറ്റിംഗ് കൾച്ചർ എന്നുള്ളത്. ഇനി ഡേറ്റിംഗ് എന്ന ടേം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു കോമൺ ആയിട്ടുള്ള ഒരു ടേം ഞാൻ യൂസ് ചെയ്ത് തരാം. പെണ്ണ് കാണൽ എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതിലെപ്പോഴും നാടകീയമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ചെക്കനും പെണ്ണ് സംസാരിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ ഈ ചെക്കനും പെണ്ണ് സംസാരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കോമ്പാക്റ്റബിൾ ആണോ, കല്യാണം കഴിക്കാൻ പറ്റുന്ന പാർട്ട്ണറാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഒരാളെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു സത്യം നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ പെണ്ണ് കാണലിനെ കുറച്ച് അലോങ്ങേറ്റ് ചെയ്തു. അതിന് ഒറ്റ ദിവസം എന്നല്ലാതെ ഒരു 5-6 ദിവസം കണ്ടുമുട്ട് സംസാരിക്കുന്ന തരത്തിലോട്ട് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ ഇനി ഡേറ്റിംഗ് എന്ന ടേം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ എലോങ്ങേറ്റഡ് പെണ്ണ് കാണൽ അല്ലെങ്കിൽ വലിയൊരു പെണ്ണ് കാണൽ എന്നുള്ള പേരിലോട്ടൊക്കെ നിങ്ങൾക്ക് അതിനെ ഉപമിക്കാന്നുള്ളതാണ്. ഇനി പുള്ളിക്കാരി പറഞ്ഞ ഒതന്റിക് പ്രണയത്തിലോട്ട് നമുക്ക് പോകാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടി പരിചയപ്പെട്ട് പരസ്പരം തോന്നുന്ന ഇഷ്ടത്തിന് അട്രാക്ഷൻ എന്നാണ് വിളിക്കുക. പലപ്പോഴും ഈ അട്രാക്ഷനെ പ്രണയമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ അട്രാക്ഷന്റെ പുറത്തൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഈ റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരസ്പരം ഒരു അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു പാർട്ട് ഓഫ് ലൈഫായി മാറും. അപ്പൊ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയതിനു ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമുക്ക് കോമ്പാക്റ്റബിൾ അല്ല അല്ലെങ്കിൽ ടോക്സിക് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രേക്കപ്പ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കും. ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു, അവരുടെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഭർത്താവിനോട് തുറന്ന് പറയാൻ എത്ര ഈസി ആയിട്ടാണ് പറയേണ്ടത്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരാന്നല്ലേ ഉള്ളൂ. അയാളേക്കുള്ള ഒരു എക്സ്പോഷറിന്റെ ഒരു കുറവ് കാരണമായിരിക്കും അത് പറയുന്നത്. പക്ഷേ എന്റെ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേ ആള് തന്നെയാണ് നമ്മളോട് ടോക്സിസിറ്റിയും റെഡ് ഫ്ലാഗ് ഒന്നും നോക്കാതെ പോയി പ്രണയിക്കണം എന്നും ഉപദേശിക്കുന്നത്. ഇനി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ ചാടാനുള്ള സാധ്യത ഈ ഡേറ്റിംഗ് കൾച്ചറിലാണോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഈ ഒതന്റിക് പ്രണയത്തിലാണോ എന്നുള്ള ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഡേറ്റിംഗ് കൾച്ചർ അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് പെണ്ണ് കാണുന്നുള്ള കാര്യം കുറച്ചുകൂടെ ഇവരുടെ ഫാന്റസി പ്രണയത്തെക്കാട്ടിലും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.